ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല മഴയുണ്ട്. നല്ല അല്ലെങ്കിലും കുഴപ്പമില്ലാതെ മഴ ഇങ്ങനെ പെയ്യുന്ന ഉച്ചവരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മഴ ആകുമ്പോൾ നമുക്ക് എണീക്കാൻ കുറച്ചൊരു മടിയാണല്ലോ. പൊതുവേ രാവിലെ എണീക്കാൻ മടിയാണ്. രാത്രി എത്ര ലേറ്റായിട്ട് വേണമെങ്കിലും ഉറങ്ങാം എന്നുള്ളൊരു ടൈപ്പാണ് കേട്ടോ ഞാൻ. അപ്പോൾ രാവിലെ എണീറ്റ് ജനലൊക്കെ ഒന്ന് തുറന്ന് വന്നതിന് ശേഷം ആദ്യം നോക്കിയത് ഇഡ്ഡലിയുടെ മാവ് പൊന്തിയിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ റൈസ് കുക്കറിലാണ് ഞാൻ ഇറക്കി വെക്കാറ്. അപ്പോൾ നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഇഡ്ഡലി ഇന്നുണ്ടാക്കും, നാളെ ദോശ ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ മാവ് അരച്ച് വെക്കുക. 2 ദിവസത്തിനുള്ളതാണ് അരച്ച് വെക്കാറ്. പിന്നെ ഞാനൊരു അര ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് രാവിലെ എണീറ്റിട്ട് ഒരു ഓക്കെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കൊരു ഓക്കെ എല്ലായ്മ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് പിന്നെ ഇഡ്ഡലിക്കൊക്കെ ഒഴിച്ച് ചമ്മന്തി ചട്നിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ തലേ ദിവസത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയായി. പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ പൊതുവേ ഞാൻ ഈ നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ആൾക്കാർ നീ കുക്ക് ചെയ്യുമോ എന്നൊക്കെ കുക്ക് ചെയ്യണത് അറിയുണ്ടാവും, പക്ഷേ നമ്മൾ ഇത്ര നന്നായി കുക്ക് ചെയ്യുമോ, അതൊക്കെ നീ ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയത്. കണ്ടാൽ മാത്രം വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. പിന്നെ നമ്മളെ കുക്കിങ്ങും ചാനലും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പോൾ ചാനലില്ലാത്ത എത്ര ആൾക്കാർ വളരെ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുമായിരിക്കും. അപ്പോൾ ഞാൻ അരിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് തിളക്കുന്ന നേരം നമുക്ക് ഉപ്പേരിക്കൊക്കെ ഒന്ന് അരിയ സവാളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊതുവെ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോഴൊക്കെ പാട്ട് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പ്ലേ ചെയ്യും, അല്ലെങ്കിൽ പാട്ടൊക്കെ പാടിയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിങ്ങനെ നല്ല ആസ്വദിച്ചിട്ടൊക്കെ ഇങ്ങനെ പണിയെടുക്കാൻ പറ്റും. അപ്പോൾ ആരൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അരിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഞാനത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് ഒക്കെ എല്ലാ കറികളൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ചോറ് റെഡി ആയി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഉപ്പേരി പയറാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പയർ 2 തരത്തിലുണ്ടാക്കും കേട്ടോ. ഇങ്ങനെ സവാള അരിഞ്ഞിട്ടും പിന്നെ ഉള്ളി മുളകും ചതച്ചിട്ടൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇവിടെ ഒരുപാട് കറിയൊന്നും ആർക്കും ഇഷ്ടമല്ല. ഒരു ഉപ്പേരി, ഒരു മീൻ കറി, ഒരു മീൻ പൊരിച്ചത്. അതിൽ കൂടുതൽ കറിയായ ഇവിടെ കാര്യം കഴിക്കില്ല. പിന്നെ വേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കറി ഉണ്ടാക്കണമെങ്കിൽ കാര്യമില്ല. എത്ര കഴിക്കും അത് മാത്രം ഉണ്ടാക്കിയാൽ മതി. മീൻ തന്നെ കറി വെച്ചതിനെക്കാട്ടും ഇഷ്ടം പൊരിച്ചതാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള കറി ഉണ്ടാക്കാറുള്ളൂ. ഇടയ്ക്ക് കുറേ കറി കഴിക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം കുറച്ച് കൂടുതലുണ്ടാക്കും. അപ്പോൾ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറ് ഇങ്ങനെ അതിൻ്റെ ശേഷം ഇതിന്ന് റൈസ് കുക്കറിൽ നിന്ന് ഞാനിങ്ങനെ ഊറ്റിയിട്ടാണ് എടുക്കുക. അപ്പോൾ ഈ കൊട്ടക്കയിൽ വെച്ചിട്ട് ഇങ്ങനെ ഊറ്റിയിട്ടെടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വാർന്ന് കിട്ടും. അപ്പോൾ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം. നല്ലൊരു കുർത്തിയാണ്. അതേ